ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ പ്രിയപ്പെട്ട പാനീയമായ പെപ്സി യഥാർത്ഥത്തിൽ ഒരു ദഹന സംബന്ധമായ മരുന്നായിട്ടാണ് പിറവിയെടുത്തത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അമേരിക്കയിലെ നോർത്ത് കരോലിനയിലുള്ള ഒരു ചെറിയ മരുന്നുപുരയിൽ നിന്ന് തുടങ്ങിയ ആ ചരിത്രയാത്ര ഒരു സിനിമാ കഥയെ വെല്ലുന്നതാണ്. 1890കളുടെ തുടക്കം. നോർത്ത് കരോലിനയിലെ ന്യൂബേണിൽ കലെ ബ്രാഡ്ഹാം എന്ന ഫാർമസിസ്റ്റ് തന്റെ ബ്രാഡ്ഹാം ഡ്രഗ് കമ്പനി എന്ന സ്ഥാപനം നടത്തി വരികയായിരുന്നു. അക്കാലത്ത് ഫാർമസികളിൽ മരുന്നുകൾക്കൊപ്പം തന്നെ സോഡ ഫൗണ്ടനുകളും സാധാരണമായിരുന്നു. തന്റെ കടയിലെത്തുന്നവർക്ക് ഉന്മേഷം നൽകുന്നതിനോടൊപ്പം തന്നെ ദഹനക്കേടിന് പരിഹാരം നൽകുന്ന ഒരു പാനീയം നിർമ്മിക്കാൻ ബ്രാഡ്ഹാം തീരുമാനിച്ചു. പഞ്ചസാര, വാനില, നാരങ്ങ, എണ്ണ, കുറച്ച് ആഫ്രിക്കൻ കോള നട്ട്സ് എന്നിവ ചേർത്ത് അദ്ദേഹം ഒരു പ്രത്യേക കൂട്ട് തയ്യാറാക്കി. 1893 ഇതിനെ ബ്രാഡ്സ് ഡ്രിങ്ക് എന്ന് അദ്ദേഹം പേരിട്ടു. രുചികരമായ ഈ പാനീയം വളരെ പെട്ടെന്ന് തന്നെ നാട്ടുകാർക്കിടയിൽ തരംഗമായി മാറി. പക്ഷേ കാലം കാലേബിനോട് ഒട്ടും ദയ കാണിച്ചില്ല. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കറുത്ത നിഴലുകൾ വീണപ്പോൾ പഞ്ചസാരയുടെ വില ആകാശത്തോളം ഉയർന്നു. തന്റെ വിയർപ്പും രക്തവും നൽകി പടുത്തുയർത്തിയ സാമ്രാജ്യം തകരുന്നത് കണ്ട് കാലേബ് കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ നാണയത്തുട്ടും ഉപയോഗിച്ച് പെപ്സിയെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. പരാജയപ്പെട്ട ഓരോ നിമിഷവും അദ്ദേഹത്തിന്റെ ഉള്ളിൽ തീയായിരുന്നു. ഒടുവിൽ 1923 വിധി കൽപ്പിച്ച ആ തിരിച്ചടി അദ്ദേഹത്തെ പാപ്പരത്വത്തിന്റെ വക്കിലെത്തിച്ചു. പെപ്സിയുടെ തകർച്ചയ്ക്ക് പ്രധാന കാരണം പഞ്ചസാരയുടെ വിലയിലുണ്ടായ പെട്ടെന്നുള്ള മാറ്റമായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് പഞ്ചസാരയുടെ വില കുതിച്ചുയർന്നപ്പോൾ ഭാവിയിൽ ഇനിയും വില കൂടുമെന്ന് ഭയന്ന കലേബ് വലിയ അളവിൽ പഞ്ചസാര ഉയർന്ന വിലയ്ക്ക് തന്നെ വാരിക്കൂട്ടി. എന്നാൽ യുദ്ധം കഴിഞ്ഞതോടെ പഞ്ചസാരയുടെ വില വിപണിയിൽ കുത്തനെ ഇടിഞ്ഞു. ഉയർന്ന വിലയ്ക്ക് പഞ്ചസാര വാങ്ങിയ ബ്രാഡ്ഹാമിന് ഇത് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കി. അദ്ദേഹത്തിന്റെ കൈവശം വലിയ സ്റ്റോക്ക് ഉണ്ടായിരുന്നുവെങ്കിലും അതിന്റെ മൂല്യം കുറവായിരുന്നു. ഈ കടബാധ്യതകൾ താങ്ങാനാവാതെ വന്നതോടെ 1923 പെപ്സി കോള കമ്പനി പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ടു. തന്റെ ജീവശ്വാസമായിരുന്ന കമ്പനി ലേലത്തിന് വെച്ചപ്പോൾ കണ്ണീരുമായി കലേബ് അവസാന പ്രതീക്ഷയുമായി കൊക്കക്കോളയുടെ പടിവാതിക്കൽ ചെന്നു. ഈ കമ്പനി നിങ്ങൾ എടുത്തോളൂ, പക്ഷേ ഇതിനെ നശിപ്പിക്കരുത് എന്ന് അപേക്ഷിച്ച കലേബിനെ നോക്കി കൊക്കക്കോളയുടെ ഉടമകൾ പുച്ഛിച്ചു ചിരിച്ചു എന്നാണ് പറയുന്നത്. 3 തവണയാണ് ഈ അഹങ്കാരത്തിന് മുന്നിൽ കലേബിന് തലകുനിക്കേണ്ടി വന്നത്. ബിസിനസ് ലോകത്തെ വെറുമൊരു പാവം മാത്രമായി പെപ്സിയെ അവർ എഴുതിത്തള്ളി. ആ അവഗണനയുടെ മുറിവുകൾ കലേബിന്റെ ഹൃദയത്തിൽ വലിയൊരു വിങ്ങലായി ബാക്കിയായി. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ബിസിനസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അബദ്ധമായി ഇത് കണക്കാക്കപ്പെടുന്നു. വെറും $30,000 അദ്ദേഹം കമ്പനിയുടെ ആസ്തികളും ട്രേഡ് മാർക്കും വിറ്റത്. ആദ്യം റോയ് മെഗാർഗൽ എന്നൊരാൾ ഇത് വാങ്ങി. പക്ഷെ അദ്ദേഹത്തിനും കമ്പനി ലാഭത്തിലാക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം കണ്ടുപിടുത്തം വലിയ വിജയമായിരുന്നിട്ടും വിപണിയിലെ സാമ്പത്തിക വ്യതിയാനങ്ങൾ കാരണം കലെ ബ്രാഡ്ഹാമിന് തന്റെ സ്വപ്ന സംരംഭം നഷ്ടമായി. അദ്ദേഹം പിന്നീട് തന്റെ പഴയ ഫാർമസി ജോലിയിലേക്ക് തന്നെ തിരിച്ചുപോയി. പാവപ്പെട്ടവൻ കൊക്കക്കോളയുടെ അഹങ്കാരത്തെക്കാൾ പെപ്സിയുടെ കരുണയെ നെഞ്ചോട് ചേർത്തു. അത് കോള കമ്പനിയുടെ സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കിയ പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു. നിരാശനായി മടങ്ങിയ കലേബിന് ശേഷം ചാൾസ് ഗത്ത് എന്ന ബിസിനസ്സുകാരന്റെ കൈകളിലേക്ക് പെപ്സി എത്തിയതോടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് തുടങ്ങുന്നത്. കൊക്കക്കോളയുടെ അഹങ്കാരത്തിന് മറുപടി നൽകാൻ അദ്ദേഹം ഒരു തന്ത്രം പ്രയോഗിച്ചു. 1930കളിലെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാലത്ത് കൊക്കക്കോള നൽകുന്ന അതേ 5 സെന്റിന് തന്നെ ഇരട്ടി അളവിലുള്ള പാനീയം പെപ്സി ജനങ്ങൾക്ക് നൽകി. അതേ പണത്തിന് ഇരട്ടി മധുരം എന്നത് അമേരിക്കയിലെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വലിയൊരു ആശ്വാസമായി. പട്ടിണിയിലായിരുന്ന ജനത പെപ്സിയെ നെഞ്ചോട് ചേർത്തു. അത് കേവലം ഒരു വിൽപ്പനയായിരുന്നില്ല, മറിച്ച് കൊക്കക്കോളയുടെ ആധിപത്യത്തിനെതിരെയുള്ള ഒരു വിപ്ലവമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പെപ്സി ഒരു പടി കൂടി മുന്നോട്ട് പോയി. കമ്പനിയുടെ നിറം ചുവപ്പിൽ നിന്ന് അമേരിക്കൻ പതാകയുടെ നിറങ്ങളായ ചുവപ്പും നീലയും വെള്ളയുമാക്കി മാറ്റി. യുവതലമുറയുടെ പാനീയമായി പെപ്സിയെ സ്വയം അടയാളപ്പെടുത്തി. 1975 പെപ്സി നടത്തിയ പെപ്സി ചലഞ്ച് ചരിത്രമായി. ആളുകളുടെ കണ്ണുകെട്ടി ഒരു ഗ്ലാസ് കൊക്കക്കോളയും പെപ്സിയും നൽകി. ഇതിൽ ഭൂരിഭാഗം പേരും തിരഞ്ഞെടുത്തത് പെപ്സിയുടെ മധുരമായിരുന്നു. ഈ ഒരൊറ്റ ക്യാമ്പയിൻ കൊക്കക്കോളയുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. ഇന്ന് പെപ്സി വെറും ഒരു കുപ്പിയിലെ പാനീയമല്ല, ലെയ്സും ചിപ്സും കുർക്കുറയും ഉൾപ്പെടെയുള്ള ആഗോള വിഭവങ്ങളുടെ അധിപനാണ് അവർ. പരാജയപ്പെട്ട ഒരു ഫാർമസിസ്റ്റിന്റെ കണ്ണീരിൽ നിന്ന് തുടങ്ങുകയും കൊക്കക്കോളയുടെ പുച്ഛം സഹിക്കുകയും ചെയ്ത ആ ചെറിയ കമ്പനി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡുകളിൽ ഒന്നായി തന്നെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു.